ഹലോ, സിമ്പിൾ ലൈഫ് സ്റ്റൈൽ എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. എൻ്റെ പേര് ദീപ്തി. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ആമസോണിലെ ഒരു പാൻട്രി ഹോൾ ഉണ്ടായിരുന്നു, ഒരു പാൻട്രി ഓഫർ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഓഫറിൽ നിന്നും ഞങ്ങൾ വാങ്ങിച്ച കുറച്ച് ഐറ്റംസ് ആണ്. കിച്ചണിലേക്ക് വാങ്ങിച്ചു, ഫ്ലോർ ക്ലീനിങ്ങിനായിട്ട് വാങ്ങിച്ചു, പിന്നെ ടോയ്ലറ്റിലേക്കുള്ളത്, പിന്നെ കുറച്ച് എന്താ പറയുക ഷാംപൂ, മോയ്സ്ചറൈസേഴ്സ്, അങ്ങനെയുള്ള കുറച്ച് ഐറ്റംസ് വാങ്ങിച്ചു. അപ്പോൾ ഞാൻ അതൊക്കെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. ഏറ്റവും സ്പെഷ്യലായിട്ട് എനിക്ക് പറയാനുള്ളത്, ഞങ്ങൾ കുറച്ച് ഈറ്റബിൾസും ഈ ഒരു പാൻട്രിയിൽ നിന്ന് വാങ്ങിച്ചു. ഞങ്ങൾ ആദ്യമായിട്ടാണ് ആമസോണിൽ നിന്നും ഈറ്റബിൾസ് വാങ്ങിക്കുന്നത്. ഈറ്റബിൾസ് വാങ്ങിക്കാനായിട്ട് എപ്പോഴും ഒരു പേടിയായിരുന്നു, അത് ജെന്യുവൻ ആയിരിക്കുമോ, പിന്നെ അത് ഇത്രയും ദൂരം ഷിപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് വരുമ്പോൾ അതിൻ്റെ ക്വാളിറ്റി എങ്ങനെയായിരിക്കും, അങ്ങനെയുള്ള പേടി കാരണം കൊണ്ട് ഞങ്ങൾ അങ്ങനെ വാങ്ങിക്കാറില്ല. അപ്പോൾ ആദ്യമായിട്ടാണ് ഞങ്ങൾ ആമസോണിൽ നിന്നും ഈറ്റബിൾസ് വാങ്ങിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു റിവ്യൂ കൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു അവർ വീഡിയോ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ആദ്യമായിട്ട് കാണിച്ചു തരുന്നത് പാരച്യൂട്ടിൻ്റെ ജാസ്മിൻ ഓയിലാണ്. ഈ ജാസ്മിൻ ഓയിൽ നമുക്ക് എല്ലാവർക്കും നല്ല പരിചയമാണ്, നമ്മൾ വീട്ടിലൊക്കെ ഉപയോഗിക്കാറുണ്ടായിരിക്കും. ഈ ഒരു ജാസ്മിൻ ഓയിലിൻ്റെ കൂടെ ഒരു കുട്ടി ഒരു ബോട്ടിൽ കൂടി ഫ്രീ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഇത് എത്ര ml ആണ്? ഇത് 400 ml ആണ്. 400 ml ജാസ്മിൻ്റെ ബോട്ടിലാണ്. അതിൻ്റെ കൂടെ 90 ml കൂടി ഉണ്ട്, നമുക്ക് ഫ്രീ ഉണ്ട്. അപ്പോൾ ഇതിന് 185 ആണ് MRP. ഇതിനേക്കാൾ ഓഫറിലാണ് ഞങ്ങൾക്ക് കിട്ടിയത്. ഞാൻ റേറ്റ് ഇവിടെ ഒരു ബോക്സിലായിട്ട് കൊടുക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കാണാമല്ലോ എങ്ങനെയാണ് ഇതിൻ്റെ റേറ്റ്, ഞങ്ങളിത് എത്ര രൂപയ്ക്കാണ് വാങ്ങിച്ചതെന്ന്. ഇതിൻ്റെ ഗുണം പറയേണ്ട ആവശ്യമില്ല, നല്ല ഒരു ജാസ്മിൻ ഫ്രാഗ്രൻസ് ഒക്കെ ഇതിന് വരും, നല്ല മണമാണ് ഇതിന്. അപ്പോൾ ഇതാണ് ഞങ്ങൾ ആദ്യമായിട്ട് ആമസോണിൽ നിന്ന് വാങ്ങിച്ച ഐറ്റം. ഓക്കെ, ഇനി ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് പ്രിസ്റ്റോൻ്റെ ഒരു സർഫസ് ക്ലീനറാണ് കേട്ടോ. സർഫസ് ക്ലീനർ ഇതിൻ്റെ വലിയ ബോട്ടിലാണ്. ഇത് എത്രയുണ്ട്? 2 ലിറ്ററിൻ്റെ ഒരു വലിയ ബോട്ടിലാണ് നമുക്ക് കിട്ടുന്നത്. ഇതും ജാസ്മിൻ ഫ്രേഗ്രൻസ് ആണ്. എനിക്ക് ജാസ്മിൻ്റെ സ്മെല്ലിനോട് ഇഷ്ടമായതുകൊണ്ടാണ് കേട്ടോ എല്ലാം ഞാൻ ജാസ്മിൻ തന്നെ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിൽ എഴുതിയിട്ടുണ്ട് ഇത് എങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടതെന്ന്. വളരെ കുറച്ച് എമൗണ്ട് എടുത്തിട്ട് നമ്മൾ ക്ലീൻ ചെയ്യാൻ, നമ്മൾ തുടയ്ക്കുകയൊക്കെ ചെയ്യില്ലേ, തുടയ്ക്കുന്ന സമയത്തൊക്കെ കുറച്ച് അതിലേക്ക് ഒഴിച്ചിട്ട് നമ്മൾ ജസ്റ്റ് വൈപ്പ് ചെയ്താൽ മതി. ഇപ്പോൾ ചില കെമിക്കലൊക്കെ നമ്മൾ തുടച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ നല്ല വെള്ളം കൊണ്ട് തുടയ്ക്കേണ്ടി വരും. ഇതിന് അങ്ങനത്തെ ഇഷ്യൂ ഒന്നുമില്ല. ഇത് ജസ്റ്റ് അവിടെ നമുക്ക് ലീവ് ചെയ്യാം, നമുക്കതവിടെ ഉണങ്ങാനായിട്ട് സമയം കൊടുക്കാം. ഈ പ്രിസ്റ്റോ എന്ന് പറയുന്നത് ആമസോണിൻ്റെ തന്നെ ഒരു ബ്രാൻഡാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വിശ്വസിക്കാം, വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ പ്രിസ്റ്റോൻ്റെ 2 ലിറ്ററിൻ്റെ ബോട്ടിൽ ഇതിൻ്റെ MRP എന്ന് പറയുന്നത്, MRP ഇപ്പോൾ ഇവിടെ കാണാനില്ല, ഞങ്ങളിത് ഉപയോഗിച്ച് തുടങ്ങി അപ്പോൾ കുറച്ചൊക്കെ മാഞ്ഞു പോയി. അപ്പോൾ അതുകൊണ്ടാണ് MRP കാണാനില്ല. ഇതും ഞങ്ങൾക്ക് ഡിസ്കൗണ്ട് റേറ്റിലാണ് കിട്ടിയത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ MRP, ഇതിന് ഞങ്ങൾക്ക് കിട്ടിയ റേറ്റും കാണിച്ചു തരാം കേട്ടോ. നല്ല സ്മെല്ലാണ്, കുഴപ്പമില്ല. ഇനി ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ലോറിയലിൻ്റെ ടോട്ടൽ റിപ്പയർ 5 എന്ന് പറഞ്ഞാൽ അഡ്വാൻസ് റിപ്പയറിങ് ഷാമ്പൂ ആണ്. ഇത് നമുക്ക് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയാം. ലോറിയൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നെ ഒരു നല്ല ബ്രാൻഡാണ്. അപ്പോൾ ഇത് ഞങ്ങൾക്ക് വലിയ ബോട്ടിലാണ് വാങ്ങിച്ചത്. ഇതിന് 540 ആണ് MRP. 540 രൂപയാണ് കേട്ടോ ഇതിൻ്റെ MRP വരുന്നത്. നല്ലൊരു പാക്കേജിങ്ങിലാണ് വരുന്നത്. ചില സമയത്ത് നമുക്ക് ആമസോണിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ കുറേ ലീക്കൊക്കെ ആയിട്ട് പോയിട്ടൊക്കെ കിട്ടാറുണ്ട്. പക്ഷെ ഇത് നല്ല പാക്കേജിങ്ങിലാണ് വന്നത്, അതുകൊണ്ട് ലീക്കൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല. ഇതും നല്ലൊരു പ്രൊഡക്റ്റാണ്. ഇതും ഞാൻ റേറ്റിന് എത്ര കിട്ടിയെന്നുള്ളത് കാണിക്കാം കേട്ടോ. പിന്നെ ഞാൻ കാണിക്കണത്, ഇത് ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് പാക്കറ്റ് ഫുൾ പൊട്ടിച്ചിട്ടില്ല, പക്ഷേ ഇത് ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. ഇതിന്ന് ഇങ്ങനെ എടുത്തിട്ട് ഉപയോഗിക്കും, കണ്ടോ, ഇങ്ങനെ ഉപയോഗിക്കാൻ പറ്റാറുണ്ട്. ഇത് ഉപയോഗിക്കുന്നുണ്ട്. ഇത് മോയ്സ്ചറൈസറാണ്, യാർഡ്ലിയുടെ മോയ്സ്ചറൈസറാണ്. ട്വിൻ പാക്കാണ്, 1 ഓഫറാണ്. അപ്പോൾ ഇതിന് MRP എന്ന് പറയുന്നത് 580, 580 രൂപയാണ് ഇതിൻ്റെ MRP. പക്ഷേ 550 രൂപയേക്കാളും കുറവിലാണ് കിട്ടിയത്. അപ്പോൾ ഇത് കുറേ നാളത്തേക്ക് ഉപയോഗിക്കാനുണ്ടാവും കേട്ടോ ഈ ഒരു മോയ്സ്ചറൈസർ. ഇനിയിപ്പോൾ നമുക്ക് വിൻ്ററൊക്കെ അല്ലേ വരുന്നത്, അപ്പോൾ നമുക്കിത് ഉപയോഗിക്കാം, നല്ലതായിരിക്കും. യാർഡ്ലി ലണ്ടൻ നല്ല സ്മെൽ. ഇത് റോസിൻ്റെ ഫ്ലേവറാണ്. പല ഫ്ലേവറിൽ പല ഫ്രേഗ്രൻസ് ഉള്ള മോയ്സ്ചറൈസർ നല്ലതാണ്. അപ്പോൾ നമ്മുടെ ബോഡിയിൽ മാത്രമേ ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ, ഫേസിൽ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നല്ലൊരു പ്രൊഡക്റ്റാണ് കേട്ടോ.
ഇനി ഞാൻ കാണിക്കുന്നത് കുറച്ച് കിച്ചണിലേക്കുള്ള ഐറ്റംസ് ആണ് കേട്ടോ. കിച്ചണിലേക്കുള്ള ഐറ്റംസ് എല്ലാം സ്കോച്ച് ബ്രൈറ്റിൻ്റെയാണ് വാങ്ങിച്ചത്. അപ്പോൾ സ്കോച്ച് ബ്രൈറ്റിൻ്റെ ഐറ്റംസിന് കുറച്ചും കൂടി ക്വാളിറ്റി ഉള്ളത് കൊണ്ടാണ് സ്കോച്ച് ബ്രൈറ്റ് സെലക്ട് ചെയ്തത്. അപ്പോൾ സ്കോച്ച് ബ്രൈറ്റിൻ്റെ ഐറ്റംസിന് എല്ലാത്തിനും ഇതിന് ഓഫർ ഉണ്ടായിരുന്നു. അപ്പോൾ ആദ്യം തന്നെ ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നത് ഇതാണ് സ്കോച്ച് ബ്രൈറ്റിൻ്റെ കിച്ചൺ ക്ലീനിങ് ടവലാണ്. ഇത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നിലം തുടയ്ക്കാനൊക്കെ ഉപയോഗിക്കാം. ഇതിൽ എത്ര എണ്ണം ഉണ്ടെന്നറിയോ? 2 തുണിയാണുള്ളത്. അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ കണ്ടോ, ഇങ്ങനെ ഇരിക്കും. ഇങ്ങനെയാണ് ഈ തുണി. പ്രീമിയം നല്ല ജൂട്ടിൻ്റെ മെറ്റീരിയലാണ്. അപ്പോൾ ഇങ്ങനത്തെ തുണി കൊണ്ട് തുടയ്ക്കുമ്പോഴുള്ള ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം പെട്ടെന്ന് അബ്സോർബ് ചെയ്യും. നമ്മുടെ ക്ലീനിങ്ങിൻ്റെ കാര്യം വേഗം ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ കുറച്ച് നാളായി വിചാരിക്കണം ഫ്ലോർ ക്ലീനിങ്ങിനുള്ള മോപ്പ് വാങ്ങിക്കണമെന്ന്. ഇത് ഞാൻ ഉപയോഗിച്ചിട്ടില്ല മുൻപ്. അപ്പോൾ ഞാൻ ഉപയോഗിച്ചിട്ട് എന്തായാലും നിങ്ങൾക്ക് റിവ്യൂ പറയാം കേട്ടോ. ഇത് ഞാൻ ഉപയോഗിച്ചിട്ടില്ല, ആദ്യമായിട്ട് ഉപയോഗിക്കണേ. അപ്പോൾ ഉപയോഗിച്ചിട്ട് തീർച്ചയായിട്ടും ഇതിൻ്റെ റിവ്യൂ പറയുന്നതായിരിക്കും. പിന്നെയുള്ളത് കിച്ചൺ ടവലാണ്. ഇപ്പോൾ നമ്മൾ കിച്ചൺ ടവൽ, ഇതും സ്കോച്ച് ബ്രൈറ്റിൻ്റെ കിച്ചൺ ടവൽസ് ആണ്. ഇത് 3 എണ്ണത്തിൻ്റെ പാക്കറ്റാണ് കേട്ടോ. 3 എണ്ണമാണ് ഇതിൽ ഒരു സെറ്റായിട്ട് വരുന്നത്. അപ്പോൾ ഇത് പ്രീമിയം കിച്ചൺ ടവലിന് എന്തിനാണ് നമ്മൾ കിച്ചൺ ടവൽ ഉപയോഗിക്കുന്നത്? കിച്ചണിൽ നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന പാത്രങ്ങളൊക്കെ റാക്കിലേക്ക് എടുത്ത് വെക്കുന്നതിനേക്കാൾ മുമ്പ് നമ്മളൊന്ന് തുടയ്ക്കും. അപ്പോൾ സാധാരണ നമ്മൾ തുടയ്ക്കുക ഏതെങ്കിലും ഒരു തോർത്തെടുത്തിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോട്ടൻ്റെ തുണി എടുത്തിട്ടൊക്കെ തുടയ്ക്കും. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് വെള്ളം അബ്സോർബ് ചെയ്യുകയും ചെയ്യും. കണ്ടോ, ഇത്രയാണ് ഇതിൻ്റെ വലിപ്പം വരുന്നത്. 3M സ്കോച്ച് ബ്രൈറ്റിൻ്റെ 3M ഇത്ര വലിപ്പമാണ് വരുന്നത്. ഇത് കഴുകിയിട്ട് കഴിഞ്ഞാലും വേഗം തന്നെ ഉണങ്ങി കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇത് നല്ല റിവ്യൂ ഒക്കെ ഉള്ള പ്രൊഡക്റ്റാണ്. ഇതും ഞാൻ ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ ഇതിന് എത്രയും 130 രൂപയാണ് കേട്ടോ ഈ 3 എണ്ണത്തിൻ്റെ കൂടിയിട്ടുള്ള വില. ഇത് എനിക്ക് ഇത് ഏറ്റവും യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചില ഐറ്റംസ് നമ്മൾ കുറച്ച് ഒന്ന് വെറ്റായിട്ട് അല്ലെങ്കിൽ കുറച്ച് നനവോട് കൂടിയിട്ട് റാക്കിൽ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നാൾ നമ്മളത് ഉപയോഗിച്ചില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ പൂപ്പൽ വരും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് ചിലപ്പോൾ അനുഭവം ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും സാധനങ്ങൾ ഇപ്പോൾ കടായി അങ്ങനത്തെയൊക്കെ അടച്ചു വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അതിനകത്ത് പൂപ്പൽ വരും, അതിൻ്റെ നനവുണ്ടെങ്കിൽ. അപ്പോൾ ഇങ്ങനെ ഒരു ടവൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്ത് ഡ്രൈ ആക്കിയിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത് പൂപ്പൽ വരില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ടവൽ വാങ്ങിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ അത് ചെയ്യാം, അത് തുറന്ന് വെക്കും. അപ്പോൾ നമ്മൾ നമ്മുടെ കൗണ്ടർ ടോപ്പിൽ ഫുൾ പാത്രങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് നമുക്ക് തുറന്ന് വെക്കേണ്ടി വരും. പെട്ടെന്ന് നമുക്ക് റാക്കിലേക്ക് എടുത്ത് വെക്കാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ ഇങ്ങനെ ഒരു കിച്ചൺ ടവൽ വെക്കുക. അപ്പോൾ ആ കിച്ചൺ ടവൽ കൊണ്ട് നമുക്ക് തുടയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നല്ല ഡ്രൈ ആയിട്ട് കിട്ടും, വേഗം എടുത്ത് വെക്കുകയും ചെയ്യാം, പൂപ്പൽ പിടിക്കുകയും ചെയ്യില്ല. അപ്പോൾ ഇതിൻ്റെ 3 കളറിലാണ്, ഒരു ലൈറ്റ് ബ്ലൂ ഷെയ്ഡും ലൈറ്റ് പിങ്ക് ആൻഡ് ലൈറ്റ് യെല്ലോ, അങ്ങനെ 3 കളറിലാണ് നമുക്ക് ഈ കിച്ചൺ ടവലുകൾ സ്കോച്ച് ബ്രൈറ്റിൻ്റെ കിട്ടുന്നത്. ഇത് പ്രീമിയം പ്രൊഡക്റ്റ് ആണ് കേട്ടോ. ഇനി ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നത് നമുക്ക് എല്ലാവർക്കും വീട്ടിലെ ആവശ്യം, ഞാൻ ഉപയോഗിച്ചു കൊടുത്തതിൽ ആദ്യത്തെ സെറ്റ് ഉപയോഗിച്ചു. വീട്ടിലെ എല്ലാ ദിവസവും നമുക്ക് ആവശ്യമുള്ളതാണ് ഒരു സ്പഞ്ചും അതുപോലെ ഇങ്ങനത്തെ ഒരു സ്റ്റീലിൻ്റെ സ്ക്രബ്ബറും. അപ്പോൾ ഈ ഒരു സ്പഞ്ച് ഞാൻ ഉപയോഗിച്ചപ്പോൾ എനിക്ക് തോന്നിയൊരു ഫീലിംഗ് എന്ന് പറയുന്നത്, ചില സ്പഞ്ചൊക്കെ ഉണ്ടല്ലോ സ്ക്രബ്ബർ, ഈ ഒരു ഗ്രീൻ കളർ സ്ക്രബ്ബർ ഉപയോഗിക്കുമ്പോൾ ഏറ്റവും ആദ്യം ഉപയോഗിക്കുമ്പോൾ ഭയങ്കര ഹാർഡായിരിക്കും. പിന്നെ അത് കുറച്ച് നാളൊന്ന് ഉപയോഗിച്ച് കഴിഞ്ഞിട്ടാണ് അതൊരു സോഫ്റ്റ്നെസ് വരിക. പക്ഷെ ഇതിന് അങ്ങനെ ഒരു പ്രശ്നമില്ല. ഇത് ആദ്യമായിട്ട് ഉപയോഗിക്കുമ്പോൾ തന്നെ നല്ല ഒരു സോഫ്റ്റാണ്, അത്യാവശ്യം ഹാർഡുമാണ്. പക്ഷേ ഇങ്ങനെ എന്താ പറയുക, ഒരു നല്ല ഇങ്ങനെ സ്റ്റിഫായിട്ട് നിൽക്കില്ലേ ചില സ്ക്രബ്ബറുകളൊക്കെ ഏറ്റവും ആയിട്ട് കുറച്ച് നാൾ. ഇതിന് ആ ഒരു പ്രശ്നമില്ല. നമ്മൾ ഉപയോഗിച്ച് തുടങ്ങുമ്പോൾ തന്നെ അത് നല്ലൊരു എന്താ പറയുക, നമ്മുടെ കയ്യിൽ ഇങ്ങനെ മെരുക്കുണ്ടെന്ന് പറയില്ലേ, അങ്ങനത്തെ ടൈപ്പാണ് കേട്ടോ ഇത്. അത് കാരണം നല്ല യൂസ്ഫുള്ളായിട്ട് എനിക്ക് തോന്നി. പിന്നെ ഇതിൻ്റെ സ്റ്റീൽ സ്ക്രബ്ബർ കുഴപ്പമില്ല. ഇത് ഇത്ര എണ്ണം ഉണ്ട്. അതായത് ഈ ഒരു ഗ്രീൻ കളർ സ്ക്രബ്ബർ 6 എണ്ണം, 6 ഗ്രീൻ കളർ സ്ക്രബ്ബറും പിന്നെ ഈ ഒരു സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ 3 എണ്ണം, അങ്ങനത്തെ ഒരു മൾട്ടി പാക്കാണ്. ഇതിന് ഓഫർ പ്രൈസ് തന്നെ 105 ആണ്. 165 രൂപ MRP ഉള്ളതിന് 105 രൂപ സ്കോച്ച് ബ്രൈറ്റ് തന്നെ കൊടുക്കുന്നുണ്ട്. ഞങ്ങൾക്ക് എത്ര കിട്ടിയെന്നുള്ളത് ഞാനത് ഡിസ്ക്രിപ്ഷനിൽ ഇടാം കേട്ടോ, അല്ലെങ്കിൽ ഇവിടെ ബോക്സിലായിട്ട് കൊടുക്കാം. അപ്പോൾ എനിക്ക് എത്ര ഓർമ്മയില്ല ഇത് എത്ര കിട്ടിയെന്ന്. അപ്പോൾ ഇതിപ്പോൾ നമുക്ക് കുറേ നാളത്തേക്ക് ഉപയോഗിക്കാനുണ്ട്, പെട്ടെന്നൊന്നും കേട് വരില്ല. അതുപോലെ സ്റ്റീലിൻ്റെ സ്ക്രബ്ബറും കുറേ കാലം ഉപയോഗിക്കാം.
അപ്പോൾ ഇതാണ് കേട്ടോ ആ സാധനങ്ങൾ. നല്ല നല്ല ക്വാളിറ്റിയാണ്, ഫ്ലെക്സിബിൾ ആണ്, പെട്ടെന്ന് തന്നെ ഹാർഡായിട്ട് നിൽക്കില്ല. മറ്റേത് കുറച്ച് നാൾ നമ്മളൊന്ന് ഉപയോഗിച്ചെങ്കിൽ മാത്രമാണ് അത് ഒന്ന് സോഫ്റ്റ് ആയിട്ട് നമ്മുടെ കയ്യിലൊന്ന് പിടിക്കാൻ പറ്റുക. ഇത് പിടിക്കാനും എളുപ്പമാണ്, അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ ഇത് നല്ല പ്രൊഡക്റ്റാണ് കേട്ടോ. ബാത്റൂം സ്ക്രബ്ബറാണ് കേട്ടോ. ബാത്റൂമിലത്തെ ടൈൽസൊക്കെ കഴുകാനായിട്ടുള്ള ഒരു സ്ക്രബ്ബറാണ്. അപ്പോൾ ഇത് നമുക്ക് ഇങ്ങനെ പിടിച്ചിട്ട് ചെയ്യാം. പിടിച്ചിട്ട് ടൈൽസ് ചുമരൊക്കെ ഇല്ലേ, ബാത്റൂമിൻ്റെ ഒക്കെ ടൈൽസ് ഇട്ടിട്ടുള്ള ചുമര്, അതൊക്കെ ഈസി ആയിട്ട് നമുക്ക് പെട്ടെന്ന് ക്ലീൻ ചെയ്തെടുക്കാം. ഇതും മറ്റേ ആ ഗ്രീൻ കളറ് നമ്മൾ കിച്ചണിൽ യൂസ് ചെയ്യുന്ന സ്ക്രബ്ബറില്ലേ, ഗ്രീൻ കളർ സ്ക്രബ്ബർ, അതിൻ്റെ സെയിം മെറ്റീരിയൽ തന്നെ. അത്രയ്ക്ക് ഹാർഡല്ല, അത്രയ്ക്ക് സോഫ്റ്റും അല്ല, ഒരു എന്താ പറയുക, ഒരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ക്വാളിറ്റി ഉള്ള ഒരു മെറ്റീരിയലാണ്. ഇത് അധികം ഇത് ഇങ്ങനെ പൊടിഞ്ഞു പോവില്ല കേട്ടോ. ചില സ്ക്രബ്ബറൊക്കെ ഇങ്ങനെ ഉരച്ചിക്കുമ്പോൾ പൊടിഞ്ഞു പോകും. ഇതിന് ആ ഒരു പ്രശ്നമില്ല. അപ്പോൾ ഇതും ഒരു നല്ല പ്രൊഡക്റ്റാണ്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ചുമരൊക്കെ വൃത്തിയാക്കാൻ പറ്റും. അപ്പോൾ ഇതൊരു നല്ല പ്രൊഡക്റ്റായിട്ട് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഇനി ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ടോയ്ലറ്റ് ക്ലീനറാണ് കേട്ടോ. ഇതും പ്രിസ്റ്റോൻ്റെ ടോയ്ലറ്റ് ക്ലീനറാണ്. ഈ ടോയ്ലറ്റ് ക്ലീനർ 4 എണ്ണത്തിൻ്റെ ആയിട്ട്, ഒരെണ്ണത്തിൽ എത്രയുണ്ട്, 1 ലിറ്റർ, 1 ലിറ്ററിൻ്റെ ബോട്ടിലാണ്. 1 ലിറ്ററിൻ്റെ ബോട്ടിലിന് നമുക്ക് ഓഫറായിട്ട് കിട്ടുന്നത് 4 എണ്ണമാണ്. 4 ബോട്ടിൽസാണ് കേട്ടോ ഇതിൻ്റെ കൂടെ കിട്ടുന്നത്. ഇങ്ങനെ 4 ബോട്ടിൽ ഞങ്ങൾ ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ ഈ ഒരു ടോയ്ലറ്റ് ക്ലീനർ സാധാരണ പോലെ തന്നെ ഒരു ടോയ്ലറ്റ് റിമ്മിലൊക്കെ ഒഴിക്കാനായിട്ടുള്ള ക്യാപ്പ് ഉണ്ട് നമുക്ക്. കണ്ടോ, ഇങ്ങനെ ക്യാപ്പ് ഉണ്ട്. അപ്പോൾ റിമ്മിലൊക്കെ നമുക്ക് ഉപയോഗിക്കാം. പിന്നെ മാത്രമല്ല ഒരു 15-20 മിനിറ്റ്സ് നമ്മളത് ഒഴിച്ച് വെക്കണം. ഒഴിച്ച് വെച്ചതിന് ശേഷം പിന്നെയാണ് ക്ലീൻ ചെയ്യേണ്ടത്. ഇത് നല്ലൊരു പ്രൊഡക്റ്റാണ് കേട്ടോ. എഫോർഡബിൾ ആണ്, നമുക്ക് ഡെയിലി ആവശ്യം വരുന്ന സംഭവമാണല്ലോ ഈ ഒരു ടോയ്ലറ്റ് ക്ലീനർ. അപ്പോൾ ഇത് ഞങ്ങൾ 4 ലിറ്ററിൻ്റെ ബോട്ടിൽ ഇങ്ങനെ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് വളരെ യൂസ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിക്കണോ. അപ്പോൾ ഞാൻ ഇതും ഉപയോഗിച്ചിട്ട് റിവ്യൂ പറയുന്നതായിരിക്കും. പ്രിസ്റ്റോൻ്റെ ടോയ്ലറ്റ് ക്ലീനർ. ഇനി ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് പ്രിസ്റ്റോൻ്റെ തന്നെ ഇത് 3 എണ്ണത്തിൻ്റെ ഒരു പാക്കായിട്ടാണ് വരുന്നത്. ഈ 3 എണ്ണത്തിൻ്റെ പാക്ക് ഓഫർ പ്രൈസ് ആണ്. ഇതിൽ ഫേസ് ടിഷ്യൂ ആണ് കേട്ടോ. ഇപ്പോൾ ഫേസ് ടിഷ്യൂ നമുക്ക് എപ്പോഴും ആവശ്യമുള്ളതാണ്. ഇപ്പോൾ കൊറോണയുടെ സമയത്താണെങ്കിലും നമ്മുടെ അടുത്ത് ചുമയ്ക്കുമ്പോഴൊക്കെയും ഇത് വെച്ചിട്ട് ഫേസ് ക്ലോസ് ചെയ്യാനൊക്കെ പറയണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെ ക്ലോസ് ചെയ്യാം, എന്നിട്ട് അത് നമുക്ക് ക്ലോസ്ഡ് ആയിട്ടുള്ള ഏതെങ്കിലും ബിന്നിൽ ഡിസ്കാർഡ് ചെയ്യാം. അപ്പോൾ ഒരു ഹൈജീനിക് ആണ്. പിന്നെ മാത്രമല്ല നമുക്ക് ഫേസൊക്കെ വൈപ്പ് ചെയ്യാൻ ഉപയോഗിക്കാം. അപ്പോൾ നമുക്ക് എപ്പോഴും ആവശ്യമുള്ള ഒരു സംഭവമാണ് ഫേസ് ടിഷ്യൂ. ഒരു വീട്ടിലേക്ക് വലിയവർക്കും കുട്ടികൾക്കും ഒക്കെ ആവശ്യമുള്ള ഒരു സംഭവമാണ് ഫേസ് ടിഷ്യൂ. അപ്പോൾ ഇത് 2 പ്ലേ ആണ്, 2 പ്ലേ ടൈപ്പാണ്. സോഫ്റ്റ് ആണ്. ചില ഫേസ് ടിഷ്യൂവിൻ്റെ പോലെ അത്ര ഹാർഡല്ല. പിന്നെ ചിലത് ഇങ്ങനെ തുടയ്ക്കുന്ന സമയത്ത് പൊടി പോലെ വരും, ഇല്ലേ, കണ്ടിട്ടുണ്ടായിരിക്കും. പൊടിഞ്ഞു വരുന്നത്. ചില ഭയങ്കര നൈസായിട്ടുള്ളത്. ഇതിന് ആ ഒരു ഇഷ്യൂ ഇല്ല. അത്യാവശ്യം നല്ല പൊടിയാണ്ട് തന്നെ ഇരിക്കുന്നുണ്ട്. പിടിക്കാനുണ്ട്, നമുക്ക് കയ്യിലേക്ക് ഇത്തിരി പിടിക്കാനുണ്ട്. അപ്പോൾ ഈ ഒരു ഫേസ് ടിഷ്യൂ ഫ്രഷ് കുഴപ്പമില്ലാത്തതാണ്. അപ്പോൾ ഓഫറിൽ വാങ്ങിക്കുമ്പോൾ നമുക്ക് പേടി എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിന് ക്വാളിറ്റി ഉണ്ടാവുമോ, ഇതിൽ ഈ സാധനം പറഞ്ഞതൊക്കെ തന്നെ ആയിരിക്കുമോ, അങ്ങനെ ഒരു പേടി ഉണ്ടാവും. പക്ഷേ ഇതിന് ആ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. നല്ല ഒരു പാക്കേജിലേ കണ്ടോ, ഇങ്ങനെ ഒരു പാക്കിങ്ങിലാണ് കേട്ടോ ഇത് വന്നത്. ഈ 3 എണ്ണം ഇങ്ങനെ ഒരു പാക്കിങ്ങിലാണ് വന്നത്. ഇതിപ്പോൾ ഞാൻ ഫസ്റ്റത്തെ മുകളിൽ ഇത് ഉപയോഗിച്ച് തുടങ്ങി, അതാണ് ഇത് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞു. അപ്പോൾ ഇത്രയാണ് ഞങ്ങൾ യൂസ് ചെയ്യുക, വീട്ടിലേക്ക് ഉപയോഗിക്കേണ്ട സാധനങ്ങൾ ഈ ഒരു ആമസോണിലത്തെ പാൻട്രി ഓഫറിൽ വാങ്ങിച്ചത്. ഇനി ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നത് കുറച്ച് 3 ഈറ്റബിൾസ് ആണ് കേട്ടോ ഞങ്ങൾ വാങ്ങിച്ചത് ഈ ആമസോണിൽ. അപ്പോൾ ആ ഈറ്റബിൾസ് ഏതൊക്കെയാണെന്ന് കാണിച്ചു തരാം. ഉള്ളത് നെസ്ലയുടെ കൊക്കോ ക്രഞ്ച് ആണ് കേട്ടോ. ഈ കൊക്കോ ക്രഞ്ച് കുട്ടികൾക്കൊക്കെ ഈ ഒരു എന്താ പറയുക, ഹോൾ ഗ്രെയിൻ സീരിയൽസിൻ്റെ ഇത് പാലിലൊക്കെ ഇട്ട് കുടിക്കാൻ നല്ലതാണെന്ന് പറയും. പിള്ളേർക്ക് പരസ്യങ്ങളൊക്കെ കണ്ടിട്ട് ഭയങ്കര ഇഷ്ടമായിട്ട് ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു ഓഫർ കണ്ടപ്പോൾ ഞങ്ങൾ ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്തു. ഇത് നല്ല പാക്കിങ്ങിലാണ് വന്നത്. പക്ഷേ ഇത് ഓൾറെഡി പിള്ളേർ ഇതൊക്കെ കഴിച്ചു. ഇനിയിപ്പോൾ ഇതിനകത്ത് വളരെ കുറച്ച് മാത്രമേ ബാക്കിയുള്ളൂ. ബാക്കിയുള്ളതൊക്കെ ഞങ്ങൾ തിന്ന് തീർത്തു കേട്ടോ ഞങ്ങളുടെ പിള്ളേരെ. ഇതിനകത്ത് കുറച്ചുണ്ട്. അപ്പോൾ ഇത് വന്നപ്പോൾ തന്നെ അവർക്ക് വേണമായിരുന്നു. അപ്പോൾ എനിക്ക് പേടിയുണ്ടായിരുന്നു കേട്ടോ, ഇത് ഓൺലൈനിൽ വരുമ്പോൾ എങ്ങനെ ഉണ്ടായിരിക്കും അതിൻ്റെ ക്വാളിറ്റി എന്നൊക്കെ പേടിയുണ്ടായിരുന്നു. പക്ഷെ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. ഇത് നല്ല പാക്കിങ്ങിലാണ് വന്നത്. ടേസ്റ്റിനൊന്നും ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. നല്ല ഹാർഡായിട്ടുണ്ടായിരുന്നു. തണുപ്പ് തട്ടിയിട്ട് അത് ഇങ്ങനെ കുതിരി അല്ലെങ്കിൽ തണുക്കുക എന്ന് പറയില്ലേ, അങ്ങനെ തണുപ്പൊന്നും ഉണ്ടായിരുന്നില്ല.
നല്ല ടേസ്റ്റി ആയിട്ട് ക്രഞ്ചി ആയിട്ടുള്ള കൊക്കോ ക്രഞ്ചി ഞങ്ങൾക്ക് കിട്ടി. പിന്നെ ഞങ്ങൾ വാങ്ങിച്ചത് ഡയറി മിൽക്കിൻ്റെ ഡാർക്ക് ഫാൻറ്റസിയുടെ ബിഗ് പാക്കറ്റ് ഇല്ലേ. അപ്പോൾ ആ ബിഗ് പാക്കറ്റ് നമുക്ക് അങ്ങനെ കടകളിൽ കിട്ടാറില്ല. പിന്നെ ഒരെണ്ണത്തിൻ്റെ പാക്കറ്റിന് 60 രൂപയുണ്ട്. അപ്പോൾ ഇത്രയും വലിയ പാക്കറ്റ് നമ്മൾ അങ്ങനെ കാണുമ്പോൾ വാങ്ങിക്കാറില്ല. അത് കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. കവർ ഉണ്ടെങ്കിൽ നോക്കിയിട്ട് എടുത്തിട്ട് തരാം കേട്ടോ. ഇതാണ് കേട്ടോ ഡാർക്ക് ഫാൻറ്റസിയുടെ വലിയ പാക്കറ്റ്. ഇത് എത്ര 120 രൂപയാണ് MRP. ഇത് 80 രൂപയ്ക്ക് അങ്ങോട്ട് കിട്ടിയത് നമുക്ക്. അപ്പോൾ 60 രൂപയാണ് നമ്മുടെ കുറച്ച് 6 എണ്ണത്തിൻ്റെ പാക്കറ്റിന് 60 രൂപയുണ്ട്. ഇതിനകത്ത് എത്ര എണ്ണം ഉണ്ടായിരുന്നു എനിക്കിപ്പോൾ ഓർമ്മയില്ല. ആ സെയിം 60 രൂപയ്ക്ക് കിട്ടുന്ന അതേ സാധനം തന്നെയായിരുന്നു, അതേ ടേസ്റ്റ് തന്നെയായിരുന്നു. കവറുണ്ട് ഒരു ഡാർക്ക് ഫാൻറ്റസി ആയിരുന്നു കിട്ടിയത്. അപ്പോൾ ഇങ്ങനത്തെ പാക്കറ്റായിരുന്നു. ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല, ഇങ്ങനെ ഒലിച്ച് വരെ അങ്ങനത്തെ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. ഇതായിരുന്നു ഞങ്ങൾ രണ്ടാമത് വാങ്ങിച്ച ഈറ്റബിൾ. ഇത് ആമസോണിൽ വാങ്ങിച്ചതായിരുന്നു. പിന്നെ വാങ്ങിച്ചത് മാഗി നൂഡിൽസ് ഇല്ലേ, അതിൻ്റെ മാഗി നൂഡിൽസ്, ആട്ടയുടെ മാഗി നൂഡിൽസ് ആയിരുന്നു. അപ്പോൾ നൂഡിൽസിൻ്റെ പാക്കറ്റ് വരുമ്പോൾ ഞാൻ കേട്ട് റിവ്യൂ വായിച്ചിരുന്നു, നന്നായി പൊടിഞ്ഞു പോയി, അങ്ങനെയാണ് കിട്ടാറ്, എൻഡ് സ്റ്റേജ് വീട്ടിലെത്തുമ്പോഴും അങ്ങനെയാണെന്നൊക്കെ ഞാൻ കേട്ടിട്ട്. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും ഒരെണ്ണം നോക്കാം. അങ്ങനെ ഞങ്ങൾ മീഡിയം പാക്കറ്റാണ് ഓർഡർ ചെയ്തത്. പക്ഷെ അതിനകത്ത് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല, നല്ല സേഫായിട്ട് തന്നെ അതെത്തി. അതിൻ്റെ കവർ ഞങ്ങളത് പൊട്ടിച്ചു, കഴിച്ചു, അത് കളഞ്ഞു. കവർ നമുക്ക് പ്ലാസ്റ്റിക് ഒക്കെ ഇവിടുന്ന് ശേഖരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മുനിസിപ്പാലിറ്റിയിൽ വരും. അപ്പോൾ അവരുടെ കവറിൽ അത് ഇട്ടത് കൊടുത്തു. അപ്പോൾ അതില്ല ഇപ്പം എൻ്റെ കയ്യിൽ. ഞാൻ അതിൻ്റെ പിക്ചർ മാത്രം കാണിക്കാം കേട്ടോ. അപ്പോൾ ഈ 3 ഈറ്റബിൾസ് ആണ് ഞങ്ങൾ വാങ്ങിച്ചത്. അപ്പോൾ ഈറ്റബിൾസും കുഴപ്പമുണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്പം ഞാൻ ഈ ഒരു വീഡിയോ ഇടാനുള്ള കാരണം ഇപ്പോൾ ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞിട്ട് ആമസോണിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു റേറ്റ് ഞാൻ വാങ്ങിച്ചത് പാൻട്രി ഫെസ്റ്റ് എന്നായിരുന്നു. പാൻട്രി ഫെസ്റ്റ് എന്നുള്ള ഒരു ഓഫർ ഉണ്ടായിരുന്നു കുറച്ച് നാൾ മുമ്പ്. അത് നടന്നിട്ട് കുറച്ച് നാളായി. അപ്പോൾ ഇപ്പോൾ ഈ ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവൽ വന്നപ്പോൾ എനിക്ക് തോന്നി ഞാൻ അതിൻ്റെ റേറ്റ് ഇടുകയാണെങ്കിൽ നിങ്ങൾ കമ്പയർ ചെയ്യാമല്ലോ, ഞാൻ വാങ്ങിച്ച റേറ്റും ഇപ്പോൾ ഉള്ള റേറ്റും മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള റേറ്റും. അപ്പോൾ നിങ്ങൾക്ക് വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ വാങ്ങിക്കാം. ഇപ്പോൾ ഓൾറെഡി നമ്മളിപ്പോൾ വീട്ടിൽ തന്നെ ഇരിക്കുകയാണ്, മിക്കവരും സേഫായിട്ട് വീട്ടിലിരിക്കുകയാണ് കൊറോണയ്ക്ക് ആയ കാരണം കൊണ്ട്. പുറത്ത് പോകാണ്ട് തന്നെ നമുക്ക് പറ്റുകയാണെങ്കിൽ വാങ്ങിക്കുകയാണെങ്കിൽ നല്ലതല്ലേ. അപ്പോൾ ഞാൻ വാങ്ങിച്ചു. അതിൻ്റെ ഒരു നിങ്ങൾക്കായിട്ട് പരിചയപ്പെടുത്തിയതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ എന്നോട് കമൻറ്റിൽ ചോദിക്കാം. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഈ വീഡിയോയിൽ എൻ്റെ മുഖം കാണിച്ചിട്ട് വരുന്നത്. അപ്പോൾ എങ്ങനെയാവുന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ നിങ്ങൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ, താങ്ക് യു.